നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ലൈവ് അത് ഇതൊക്കെ ഇട്ടിട്ട് ഓൾറെഡി മോണിറ്റൈസേഷൻ ചെയ്യാൻ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അതിന് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ സഡൻലി പോയിട്ട് അപ്ലൈ ചെയ്യൂ. അങ്ങനെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീൽസിൽ കണ്ടന്റ് വരാൻ സാധ്യതയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പേ ഡിലീറ്റ് ചെയ്ത് കളയുക. മുമ്പേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ വന്ന് എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും വരുന്നുള്ളത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് വീഡിയോ എന്നായിരിക്കും വരുന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ വയലേഷൻ എന്നായിരിക്കും വരുന്നുള്ളത്. ഈ 3 ഓപ്ഷനാണ് കൂടുതൽ വരിക. ചിലവരിൽ 2 കാണിക്കാറുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് വരും, ചിലപ്പോൾ വയലേഷൻ എന്ന് വരും. അപ്പോൾ 2 ഓപ്ഷനൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് വന്നിട്ടുണ്ട് അതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വീഡിയോസ് എന്ത് വീഡിയോസിനാണ് നിങ്ങൾ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. അത് നിങ്ങൾ സ്വന്തം വീഡിയോ ഇട്ട ആൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇടുന്നത് നിങ്ങളാണ്, ചാനലിൻ്റെ ഓണർ നിങ്ങളാണ്. അപ്പം നിങ്ങളായിരിക്കും ഈ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തത് നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഈ വീഡിയോ ഇന്ന സ്ഥലത്തു നിന്നാണ് എടുത്തത്. ആ വീഡിയോ കണ്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്തു നിന്ന് എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണെന്ന്. അങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് വീഡിയോക്കാണ് റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് കണ്ടന്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിപ്പീറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ചാനലിൽ ഇട്ട വീഡിയോസ് തന്നെ പിന്നെയും ചിലപ്പോൾ ലൈവിൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഷോർട്സിലും ലൈവിലാണ് കേട്ടോ. ലൈവിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈവിൽ നല്ലൊരു കുസൃതി ചോദ്യം എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ എന്താ വെച്ചാൽ അതേ വീഡിയോ എടുത്തിട്ട് പിന്നെയും ഇട്ടിട്ടുണ്ടാവും. കാരണം എന്തായാലും നല്ല വ്യൂസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതേ വീഡിയോ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ വന്നാലും നമ്മൾക്ക് റിപ്പീറ്റഡ് കണ്ടന്റ് വന്നിട്ട് അത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അത് കൂടാണ്ട് കുറേ ആൾക്കാർ സംഭവം എന്താ വെച്ചാൽ ടൈറ്റിൽ സെയിം ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ ലൈവിനാണ് അബദ്ധം പറ്റുക. അങ്ങനെ എല്ലാ ടൈറ്റിലും സെയിം ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ടൈറ്റിലായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി വരുന്നത് കൊണ്ട് നമ്മൾ അതേപോലെ കൊടുത്ത് ലൈവ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ടൈറ്റിൽ പിന്നീട് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും സെയിം ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സെയിം ടൈറ്റിൽ ഉണ്ടെങ്കിലും പ്രോബ്ലമാണ്. അതന്നെയാണ് നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള റീസൺ എന്ന് പറയാൻ പറ്റത്തില്ല. സംഭവം അതും ആയിരിക്കാം, അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ടൈറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിലിൻ്റെ ലാസ്റ്റ് ഭാഷ എടുത്തിട്ട് ഇപ്പോൾ ലൈവ് അല്ലെങ്കിൽ നമ്മളെ ചാനലിൻ്റെ പേരിട്ടിട്ട് ലൈവ് എന്ന് ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ ലൈവിലും നമ്മൾ ലാസ്റ്റ് ഭാഗം വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, ഇമോജി ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ നല്ല അടിപൊളി ഒരു ടൈറ്റിൽ നമ്മൾ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ടൈറ്റിലും ചേഞ്ച് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ലൈവിലോ ലോങ് വീഡിയോയിലോ ടൈറ്റിൽ സിമിലാരിറ്റി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാ ടൈറ്റിലും ചേഞ്ച് ചെയ്യുക. ടൈറ്റിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം ഓരോന്നായിട്ട് ചിലപ്പോൾ 200-300 ലൈവ് ഇട്ടവരുണ്ട്. ആ 200-300 ലൈവ് ഇട്ടവർ ഒറ്റ ദിവസം കൊണ്ട് ആ ടൈറ്റിൽ മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര കഷ്ടമാണ്, കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് പോകണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഈ 200-300 ടൈറ്റിൽ ഒരേ സെയിം വീഡിയോസ് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈം എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക, നാളെ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓരോ ദിവസങ്ങൾ ടൈറ്റിൽ മൊത്തം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോസ് എന്താണോ വീഡിയോസ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ഇട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഷോർട്സിൽ കുറേ ആൾക്കാർ ഇതൊരു സംഭവമുണ്ട്. എന്തായാലും ഷോർട്സിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ ആൾ വിചാരിക്കുന്നുണ്ട് സെയിം ഒരു ക്യാറ്റിൻ്റെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അതേ വീഡിയോ പിന്നെയും ഷോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നൊരു വിചാരമുണ്ട്. അങ്ങനല്ല കേട്ടോ. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അതേ വീഡിയോസ് പിന്നെയും ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ട് ഒരേ വീഡിയോസ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോസ് അതേ വീഡിയോസ് തന്നെ പിന്നെയും ഇട്ടാലാണ് പ്രോബ്ലം. അത് 2 വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങളൊരു വീഡിയോ ഇപ്പോൾ ഞാനൊരു സെയിം വീഡിയോസ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഷവർമൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരേ സെയിം വീഡിയോ ആണ്. സെയിം വീഡിയോ ആണ്. പക്ഷേ സംഭവം എന്ത്,
ഓരോ ദിവസം ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസ് അന്ന് ഇടുകയാണ്, പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോസ് പിറ്റേ ദിവസം ഇടുകയാണ്, അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോസാണ് അങ്ങനെ ഇടുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ട് ഇതേ വീഡിയോ ആണ് പിന്നെയും ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് അതേ വീഡിയോ റിപ്പീറ്റായിട്ട് ഇട്ടാലാണ് പ്രോബ്ലം വരിക. അത് രണ്ട് കാര്യമാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്തത്, കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തത്. അപ്പോൾ ടൈറ്റിലും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് ഇട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത വീഡിയോസ് രണ്ടാമത് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കാനുള്ളത് ലോങ് വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ സെയിം ആയിരിക്കും, ടൈറ്റിൽ വേറെ ഡിഫറെൻറ്റ് ടൈറ്റിലായിരിക്കും കൊടുക്കുക. മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് ഉണ്ടോ നോക്കാം കേട്ടോ. ലോങ് വീഡിയോയിൽ കൂടുതൽ ആൾക്കാർക്ക് മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് വരാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് വന്നാലും മോണിറ്റൈസേഷന് പ്രോബ്ലം ഇല്ല, എന്നാലും നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടോയെന്ന് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നേരെ വേറെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓപ്ഷനിൽ അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം മ്യൂസിക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് പോകും. പിന്നെ അതിന് ശേഷം വേറെ ശ്രദ്ധിക്കാനുണ്ട്, ലൈവിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രോബ്ലം വരാറ്. പിന്നെ അപ്പീൽ ഓൾറെഡി റിയൂസ്ഡ് കണ്ടന്റ് വന്നാൽ നമുക്ക് അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് തന്നെ ആണ്, നിങ്ങളെ കണ്ടന്റ് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്പീൽ പോയാൽ മതി. അതല്ലാതെ നിങ്ങൾ എന്ത് അപ്പീൽ പോയിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അങ്ങനെ അപ്പീൽ പോകരുത് കേട്ടോ. അങ്ങനെ അപ്പീൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അഥവാ നിങ്ങൾക്ക് റിയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടാനുള്ള കാരണങ്ങൾ ഓൾറെഡി യൂട്യൂബ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് ശേഷം അതേ വീഡിയോസ് വെച്ചിട്ട് അപ്ലൈ പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല അതിൽ. അപ്പം നിങ്ങൾ അപ്പീൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പീൽ പോകണ്ട. അപ്പീൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളെ ചാനൽ എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് തംബ്നെയിൽ, ടൈറ്റിൽ, പിന്നെ വീഡിയോസ്, റിപ്പീറ്റഡ് വീഡിയോസ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാച്ചിങ് ഹവേഴ്സ് ചെക്ക് ചെയ്യുക. എത്ര വാച്ചിങ് ഹവേഴ്സ് ഉണ്ട്. വാച്ചിങ് ഹവേഴ്സ് ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വാച്ചിങ് ഹവേഴ്സ് ഓൾറെഡി അതിൽ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറഞ്ഞ വാച്ചിങ് ഹവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം മോണിറ്റൈസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്പീൽ ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 1 മാസം ടൈമുള്ളൂ, വെറും 1 മാസം മാത്രമേ ടൈമുള്ളൂ ഫസ്റ്റത്തെ റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് നമുക്ക് അപ്പീൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ടാമത് നിങ്ങൾ അപ്പീൽ പോയിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 3 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. 3 മാസം വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. ആ സമയത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ ലൈവ് ചിലപ്പോൾ ഇങ്ങനത്തെ റിയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് ലൈവ് കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് വീഡിയോ ഇട്ടിട്ട് നമുക്ക് സ്വന്തം വീഡിയോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് രണ്ടാമത് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും മോണിറ്റൈസേഷൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഒറ്റൊരു ശബ്ദമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് മോണിറ്റൈസേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ചാനൽ നിർത്തിപ്പോവുക. അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ഇതിന് മുമ്പ് അല്ല കുറേ പ്രാവശ്യം അതേപോലെ ചെയ്തിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തു. 3 മാസം വരെ വെയിറ്റ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ വേറെ ആൾക്കാരുടെ വീഡിയോ ആണ് ഉണ്ടായിരുന്നത്. വേറെ ആൾക്കാരുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നെല്ലാം എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ ഇടരുത്. അങ്ങനെ പറയാനുള്ള ഒരു ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ വീഡിയോസ് ഇടരുത്. എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റത്തെ ഒരു അപ്ലൈ കൊടുത്ത സമയത്ത് എനിക്ക് കിട്ടിയില്ല. രണ്ടാമത് ഞാൻ ഫുള്ള് ടൈറ്റിൽ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് വാച്ച് ടൈം ഏറ്റവും കൂടുതൽ വന്ന വ്യൂസ് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ വീഡിയോസും ഓരോന്നായി സ്റ്റെപ്പായി ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് എന്തൊക്കെയാണ് പ്രോബ്ലം എന്നെല്ലാം നോക്കി 3 മാസം കഴിഞ്ഞ് ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ അത് മോണിറ്റൈസേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 3 മാസമല്ല 4 മാസം ആയാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. ഓൾറെഡി നിങ്ങൾ എല്ലാം ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ എവിടെയാണ് ഫോൾട്ട് പറ്റിയിട്ടുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന രൂപത്തിൽ അത്
ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ റീഅപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ 100% കിട്ടും. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ അപ്പീൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് 100% വീഡിയോസ് നിങ്ങൾ തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഒരു വീഡിയോസ് പോലും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അപ്പീൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ അപ്പീൽ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാം, ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. പക്ഷേ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പീൽ പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓൾറെഡി അവിടെ തന്നെ കാണിക്കും. 14 ദിവസം വരെ നമുക്ക് ഓൾറെഡി അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പീലിന് തരുന്നത് വെറും 14 days ആണ്. 14 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പീൽ കൊടുത്തിരിക്കണം. ഈ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ആ വീഡിയോ അവിടെ തന്നെ കിടക്കും. അത് യൂട്യൂബ് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 1 വീക്ക് എടുക്കും. 1 വീക്ക് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പീൽ വീഡിയോസ് കൊടുത്തിട്ടും അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പീൽ കൊടുത്താലും ആ ഡിലീറ്റ് ചെയ്ത വീഡിയോസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പീലിന് പോകരുത് കേട്ടോ. അപ്പോൾ അപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തെ ടൈമുണ്ട്. ആ മാസത്തെ ടൈമിന് നമുക്കിപ്പോൾ അപ്പീൽ ഇപ്പോൾ കൊടുത്തു എന്ന് വിചാരിച്ചോ, നമ്മൾ അപ്പീലിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ, അപ്പീലിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച മുമ്പ് തയ്യാറെടുക്കണം. ഓക്കെ, ഒരാഴ്ച മുമ്പ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം എല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മൾ ടൈറ്റിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്പീൽ ഓപ്ഷൻ ആ സമയത്ത് അവിടെ അപ്ലൈ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ ഇന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ നാളെ തന്നെ പോയിട്ട് അപ്പീൽ കൊടുക്കരുത്. അപ്പോൾ അപ്ലൈ കൊടുക്കരുത്. അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ഓപ്ഷന് കൊടുക്കാവൂ. അങ്ങനെ അപ്ലൈ ഓപ്ഷൻ അവിടെ ഓപ്പണായിട്ട് വന്നാലും നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, 1 മാസമായിട്ടും നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴാണോ ക്ലിയർ ചെയ്തത് ആ ക്ലിയർ ചെയ്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പീൽ കൊടുക്കാൻ പാടുള്ളൂ, അപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ കൊടുക്കാം. അതല്ലാതെ അതിനായിട്ട് മുമ്പ് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് ഡിലീറ്റ് ചെയ്ത വീഡിയോസ്, ഒരാഴ്ചൻ്റെ ഉള്ളിലുള്ള ഡിലീറ്റ് ചെയ്ത വീഡിയോസ് അവിടെ തന്നെ ഉണ്ടാവും. അല്ല ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ട് ടൈറ്റിലെല്ലാം അപ്പം തന്നെ അപ്ഡേറ്റ് ആവും. പക്ഷേ നമ്മൾ ഡിലീറ്റ് ചെയ്ത വീഡിയോസ് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 1 വീക്ക് എടുക്കും. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു കാരണവശാലും അപ്ലൈ കൊടുക്കരുത്. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരാഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പ്ലേ ലിസ്റ്റ് ഉണ്ട്, ഈ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അവിടെ കിട്ടും.